പെരിയാർ കടുവാ സങ്കേതത്തിന് ഉള്ളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി. തമിഴ്നാട് സംഘം ആണ് ഡ്രോൺ പറത്തിയത്. മുല്ലപ്പെരിയാർ കനാലിന്റെയും വനമേഖലയുടെയും ദൃശ്യങ്ങൾ പകർത്തി. പെരിയകുളം MLA ജി ശബരി അയ്യങ്കാറിന്റെ ഇൻസ്റ്റഗ്രാമിൽ ആണ് ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. വനംവകുപ്പിന്റെയോ പോലീസിന്റെയോ അനുമതി വാങ്ങാതെയാണ് ഡ്രോൺ പറത്തിയത്. മുല്ലപ്പെരിയാർ ഷട്ടർ തുറന്ന ദിവസം ആയിരുന്നു ഇത്തരത്തിൽ ഡ്രോൺ പറത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് പി ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, അനുമതി വാങ്ങി ചെയ്യേണ്ട പ്രവൃത്തിയാണ്, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖലയാണ്, വിവാദമായിട്ടുള്ള ഇടം കൂടിയാണിത്. അവിടെയാണല്ലോ ഇത്തരത്തിൽ ഡ്രോൺ പറത്തുകയും ആ ദൃശ്യങ്ങൾ MLA തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, തീർച്ചയായും അതീവ ഗൗരവകരമായ ഒരു കാര്യമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു വനമേഖലയാണ് പെരിയാർ കടുവാ സങ്കേതം. അത്രമാത്രം സംരക്ഷിക്കപ്പെടുന്ന ഒരു വനമേഖലയാണ്. ഇവിടെ അനുമതിയില്ലാതെ യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കാറില്ല. പ്രത്യേകിച്ചും ദൃശ്യങ്ങൾ പകർത്തുന്നതിനോ ചിത്രങ്ങൾ എടുക്കുന്നതിനോ ഒന്നും അനുമതിയില്ല. ഒപ്പം അകത്തേക്ക് കടക്കുന്നതിനൊക്കെ പലപ്പോഴും പ്രവേശനം നിഷേധിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാർ അടക്കമുള്ള പ്രദേശം കൂടിയാണ്. അതായത് മുല്ലപ്പെരിയാറിന്റെ സംരക്ഷണ ചുമതലയൊക്കെ തമിഴ്നാടിന്റെ പക്കലാണെങ്കിൽ പോലും വനമേഖല പൂർണ്ണമായും കേരളത്തിന്റെ അധീനതയാണ്, കേരളത്തിന്റെ വനവകുപ്പിന്റെ അധീനതയിലാണ്. കൃത്യമായും അവിടെ സംരക്ഷിക്കപ്പെടുന്ന ഒരു വനമേഖല കൂടിയാണ് പെരിയാർ കടുവാ സങ്കേതം. എന്തായാലും കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് കാർഷിക ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. അതിനായാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അടങ്ങിയ സംഘം ഇവിടേക്ക് എത്തിയത്. പ്രത്യേക പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അതിനായി ഈ സംഘം എത്തുകയായിരുന്നു. ഇതിനോടനുബന്ധിച്ചെത്തിയവരാണ് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. പ്രത്യേകിച്ചും ഡ്രോൺ വിഷയിലൊക്കെ പകർത്തുകയും ചെയ്തു. അതിനുശേഷം ഇത് പെരിയകുളം MLA തന്നെ, ജനപ്രതിനിധി തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കൂടി ഉണ്ടായി. എന്തായാലും ഗൗരവകരമായ ഒരു കാര്യമാണ്. കേരളത്തിലെ വനംവകുപ്പിനെയോ അല്ലെങ്കിൽ പോലീസിൽ നിന്നോ യാതൊരു അനുമതിയും കൂടാതെയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തിയിരിക്കുന്നത്. എന്തായാലും തുടർ നടപടി എന്താകുമെന്ന് തന്നെ നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അഭിലാഷ്. പ്രിൻസ് പി ജെയിംസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.